പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നാഷണൽ മ്യൂസിയത്തിൽ ഇനി ഓഡിയോ ഗൈഡ് സേവനവും. മ്യൂസിയം സന്ദർശിക്കുമ്പോൾ മ്യൂസിയത്തിന്റെ ഗാലറികളെക്കുറിച്ചും തെരഞ്ഞെടുത്ത പുരാവസ്തുക്കളെക്കുറിച്ചും മറ്റു ശേഷിപ്പുകളെക്കുറിച്ചുമെല്ലാം വിശദമായ ചരിത്ര വിശദീകരണം നൽകുന്ന ഓഡിയോ ഗൈഡ്. നാഷണൽ മ്യൂസിയത്തിലെ 395 ഇനങ്ങളുടെ വിവരങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. ഗാലറികളും ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തുക്കളും സന്ദർശകരെ പരിചയപ്പെടാൻ സഹായിക്കുന്നതിന് ഒരു സംവേദനാത്മക മാപ്പിനൊപ്പം ഉപയോഗം സുഗമമാക്കുന്നതിന് ഓഡിയോ വിഷ്വൽ നിർദ്ദേശങ്ങളും ഉപകരണത്തിലൂടെയുണ്ടെന്ന് നാഷണൽ മ്യൂസിയം അധികൃതർ അറിയിച്ചു. കുവൈത്ത് സിറ്റിയിൽ അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിൽ പന്തുരുളുമ്പോൾ ആരവം തീർക്കാൻ ആയിരക്കണക്കിന് ഒമാനി കാൽപന്ത് പ്രേമികളുമുണ്ടാകും. ഞങ്ങൾ എല്ലാവരും ദേശീയ ടീമിനൊപ്പം എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒമാൻ കളിക്കാർക്ക് ആവേശം പകരാനാണ് ആരാധകർ കുവൈത്തിലേക്ക് പറന്നത്. 9 വിമാനങ്ങളിലായാണ് ആരാധകർ കുവൈത്തിലെത്തിയത്. സാംസ്കാരിക, കായിക, യുവജന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രത്യേക വിമാനങ്ങൾ ഒരുക്കിയത്. കുവൈത്തിലെ ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ 60,000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണിത്. ഒമാനി ആരാധകർക്കായി 20,000-ലധികം ടിക്കറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു. ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഒരുക്കിയ 100 സൗജന്യ എയർ ടിക്കറ്റ് ഓഫർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം വിറ്റഴിഞ്ഞു പോകുകയും ചെയ്തിരുന്നു. ആരാധകരുടെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. 2009-ലും 2017-ലും ഒമാൻ കപ്പ് നേടിയപ്പോൾ ആരാധകരുടെ സാന്നിധ്യം ടീമിന് വലിയ പ്രചോദനമേകിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഇത്തവണ തങ്ങളുടെ മണ്ണിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഷറ്റിൻ കുപ്പിവെള്ളം ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ച് ഒമാനിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ ഉത്തരവിറക്കി. പ്രാദേശിക വിപണിയിൽ നിന്ന് ഉൽപ്പന്നം പിൻവലിക്കാൻ സൗദി അറേബ്യ ഉത്തരവിട്ടതിനെ തുടർന്ന് അതിന് പിന്നാലെയാണ് നടപടി. വെള്ളം അണുവിമുക്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുവായ ബ്രോമേറ്റ് വെള്ളത്തിൽ അമിതമായ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പിൻവലിക്കാൻ ഉത്തരവിട്ടത്. സൗദിയിലെ യനൂബി നജ്ദ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഷറ്റിൻ വെള്ളം നിർമ്മിച്ചിരിക്കുന്നത്. ദാഖിലിയ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലും ബാർബർ ഷോപ്പുകളിൽ പരിശോധന ശക്തമാക്കി അധികൃതർ. നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കീഴിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിയമലംഘനം കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബാർബർ ഷോപ്പുകളിൽ നിയമം ലംഘിച്ച് ജീവനക്കാർ തൊഴിലെടുക്കുന്നതും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. മസ്കത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധന ശക്തമാക്കിയിരുന്നു. ബാർബർ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ടർമാർ പരിശോധിക്കും. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ജനുവരി 18-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 9 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും ഒരാൾ പിൻവലിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. നിലവിലെ ബോർഡ് അംഗങ്ങളായ സയ്യിദ് അഹമ്മദ് സൽമാൻ, ഷമീർ PTK, നിതീഷ് കുമാർ, കൃഷ്ണേന്ദു എന്നിവർക്ക് പുറമെ ഡോക്ടർ സജി ഉതുപ്പാൻ, വിജയ് ശരവണശങ്കരൻ, പ്രഭാകരൻ കൃഷ്ണമൂർത്തി, ദാമോദർ R എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു 4 പേർ. ഇവരിൽ 2 സ്ഥാനാർത്ഥികൾ നേരത്തെയും മത്സരിച്ചിരുന്നു. മത്സരരംഗത്തുള്ളവരിൽ പകുതി പേരും മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ്. വിജയ് ശരവണ ശങ്കരൻ നിലവിൽ ദാർസൈത്ത് ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റാണ്. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 11-ഉം തൊട്ടുമുമ്പുള്ള വർഷം 14-ഉം ആയിരുന്നു സ്ഥാനാർത്ഥികൾ. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥി നിരക്കാണ് ഇത്തവണത്തേത്. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് 5 അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. 18-ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ് വോട്ടെടുപ്പ്. ISMലെ 125 രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശമുള്ളത്.
അതേസമയം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറയാനിടയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും 65% താഴെ മാത്രമായിരുന്നു പോളിംഗ്. വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും. റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 19-ന് തന്നെ അപേക്ഷ സമർപ്പിക്കണം. 22-ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തതോടെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളും മറ്റു വ്യത്യസ്ത രീതിയിൽ പുരോഗമിക്കുകയാണ്. വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ തുടരുകയാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങൾക്കും കർശന നിയന്ത്രണങ്ങളുണ്ട്. ഇത് ലംഘിച്ചാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക വിഭാഗവും കമ്മീഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചെറുവിവരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ തന്നെ നൽകുന്ന ചെറുവീഡിയോകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് ഇതുവഴി സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. രക്ഷിതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിന് വെബ്സൈറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈ മാസം 8 മുതൽ 31 വരെ നഖ്ലിലെ ഖവ്വത്ത് അൽ ജാദനിൽ നടക്കുന്ന എക്സ്പീരിയൻസ് സൗത്ത് ബാത്തിന ഫോറത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഗവർണറേറ്റിന്റെ വിനോദസഞ്ചാരവും സാംസ്കാരിക ആകർഷണവും വർദ്ധിപ്പിക്കാനും ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കാനും തെക്കൻ ബാത്തിനയെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ഫോറം നടത്തുന്നത്. കാർ റേസ്, സാൻഡ് ബൈക്കിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ ആവേശകരമായ കായിക മത്സരങ്ങൾക്കൊപ്പം കുതിര, ഒട്ടക ഓട്ടമത്സരം ഉൾപ്പെടെയുള്ള പരമ്പരാഗത മത്സരങ്ങൾ ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. മറൈൻ സ്പോർട്സ്, ബീച്ച് ഗെയിമുകൾ, പരമ്പരാഗത ഒമാനി ജീവിതശൈലിയിലേക്ക് നേർക്കാഴ്ച നൽകുന്ന ഒരു പൈതൃക ഗ്രാമം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വാടക കരാർ സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതായി മസ്കത്ത് നഗരസഭ. ഈ മാസം 5 മുതൽ നഗരസഭയുടെ ഓൺലൈൻ പോർട്ടലിലൂടെയുള്ള വാണിജ്യ വാടക കരാറുകളുടെ രജിസ്ട്രേഷൻ, പുതുക്കൽ, ഭേദഗതി എന്നീ സേവനങ്ങളെല്ലാം നിർത്തലാക്കും. സേവനങ്ങൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവുകയും ചെയ്യും. ഡിജിറ്റൽ പരിപ്രവർത്തനത്തിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നും മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി രജിസ്ട്രേഷൻ നടപടികൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ സുഗമമാകും. നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകുകയും ചെയ്യും. ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീഡ്സ് കരാറുകൾ ജുഡീഷ്യൽ ബോഡികൾ ഉൾപ്പെടെ വിവിധ അധികാരികൾ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കോടതികളിലെ വ്യവഹാര നടപടികൾ സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. അതേസമയം വാടക കരാറുകൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ ഉണർത്തി. വ്യക്തമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാടക കരാറിന്റെയും കെട്ടിട ഉടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുക. മാത്രമല്ല, പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ വാടക ഡാറ്റാബേസ് നിർമ്മിക്കാനും ഇത് സഹായിക്കും. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രോണിക് എഗ്രിമെന്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. വാടക കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയുണ്ടാകും. കരാറുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം നഗരസഭയുടെ വിവിധ സേവനങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വീടുകളിൽ ഇരുന്ന് തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ബലദിയ ആപ്പിനും ഏറെ ഉപകാരപ്രദമാണ്. ഒമാന്റെ 2040ന്റെ ഭാഗമായാണ് ഇലക്ട്രോണിക് വൽക്കരണം. അൽഹോത്ത കേവ് വീണ്ടും സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നു. 2024-ൽ 43,000-ത്തിലധികം പേരാണ് ഗുഹ സന്ദർശിച്ചത്. ഗുഹയ്ക്കുള്ളിൽ സഞ്ചരിക്കാൻ ഇലക്ട്രിക് കാർട്ടുകളും കയർപാതയും ഒരുക്കിയതോടെ സാഹസിക പ്രിയരായ സന്ദർശകർ അൽഹംറയിലെ കേവിലേക്ക് ഒഴുകുകയാണ്. ജബൽ അക്തറിന് സമീപം ഹജർ പർവ്വത നിരകളുടെ വടക്കൻ ഭാഗത്താണ് അൽഹുത്ത കേവ് സ്ഥിതി ചെയ്യുന്നത്.
മണൽപ്പാറക്കൂട്ടങ്ങളുടെ വിവിധ രൂപങ്ങൾ കേവിനകത്തുണ്ട്. നൂറുകണക്കിന് വർഷം മുമ്പ് പ്രദേശവാസികളാണ് ഗുഹ കണ്ടെത്തിയത്. ഉൾഭാഗത്തേക്ക് 5 കിലോമീറ്റർ വരെ നീളമുണ്ട്. എന്നാൽ 860 മീറ്റർ ദൂരത്തേക്ക് മാത്രമേ സന്ദർശകരെ അനുവദിക്കൂ. കേവിനകത്തെ തടാകം വരെയാണ് ഇതുള്ളത്. 2 പ്രവേശന മാർഗമാണ് ഗുഹയ്ക്കകത്തേക്കുള്ളത്. ഇതിലൂടെയാണ് മലയിൽ നിന്ന് വെള്ളം എത്തുന്നത്. 20 മീറ്റർ ആഴമാണ് തടാകത്തിനുള്ളത്. ഇതിൽ നിരവധി മത്സ്യങ്ങളും മറ്റുമുണ്ട്. നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറി. വെള്ളിയാഴ്ചയുണ്ടായിരുന്ന അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കച്ചവടക്കാരുടെ സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാതി ബൽബുവിലേക്ക് ഒഴുകിയതാണ് കവിഞ്ഞൊഴുകാൻ കാരണമെന്ന് നാമ വാട്ടർ സർവീസ് കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ നാമ സാഹചര്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുമായും ഫീൽഡ് ടീമുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും അപകട കാരണങ്ങൾ തിരിച്ചറിയുന്നതിനും ഫീൽഡ് ടീമുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ പിന്നീട് പൗരന്മാർക്ക് നൽകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.